നീ പൊടി തടിച്ച് കേട്ടിട്ട് എന്നാ തോന്നുന്നു? വെരി ചീപ്പ് അല്ലേ? ഇതൊക്കെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇതൊക്കെ കമൻസ് ആണ് ഇൻസ്റ്റാഗ്രാമിൽ. ഇങ്ങനെ ഓരോരുത്തന്മാർ വരും, പൊടി തടിച്ച് നീ തടിച്ച് എന്നൊക്കെ പറയാം. ഇത് ബോഡി ഷേമിംഗ് എന്നാണ് ഇതിന് പറയുന്നത്. ബോഡി ഷേമിങ് അത്ര നല്ലതല്ല. ഈ ബോഡി ഷേമിംഗ് ഉണ്ടല്ലോ, IPC 509 498A ഒക്കെ ഭാഗമാണ്. കൊച്ചനിയന്മാരെ, ഈ ബോഡി ഷേമിങ് ചെയ്യുന്നത് അത്ര നല്ല ആണത്വം എന്നൊന്നും പറയത്തില്ല അതിന്. എന്തായാലും ദിസ് ഇസ് നോട്ട് ഡൺ. ഓക്കെ, എൻ്റെ പ്രൊഫൈലിൽ വന്നിട്ട് എന്നെ തടിച്ചെന്നും വിളിച്ച് എന്നെ ആക്ഷേപിക്കുന്നതിന് തുല്യമല്ല. അത് ഓരോ ഈ പ്രസവത്തിന് ശേഷം വണ്ണം വെക്കുന്ന സ്ത്രീകളെ, അമ്മമാരെ ആക്ഷേപിക്കുന്ന തുല്യമാണ്. ബോഡി ഷെയ്മിംഗ് ഒരു തമാശ ഇനമായി കാണുന്നവരാണ് ഭൂരിഭാഗം പേരും. തൊലി അങ്ങ് വെളുത്തിരിക്കണം, തടി കൂടാനോ കുറയാനോ പാടില്ല, മുടി വളർത്തിയാലും വെട്ടിയാലും കുറ്റം, പല്ലു പൊന്തരുത്, കുറച്ച് പൊക്കം കൂടിയാൽ തോട്ടി, കുറഞ്ഞ പൊടിടപ്പി. നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് ചോദിച്ചാൽ വെറുതെ ഒന്ന് തമാശിച്ചതല്ലേ, അതൊക്കെ ഇത്ര കാര്യമാക്കാനുണ്ടോ എന്ന് ഒട്ടും ഉള്ളിൽ തട്ടാതെയുള്ള മറുപടി വരും. പറയുന്നവനും കേൾക്കുന്നവനും ചിരിക്കുമെങ്കിലും ഇരയാക്കപ്പെട്ടവന്റെ ഉള്ളിലതങ്ങനെ നീറിപ്പിടയും, ഒരു പക്ഷേ കാലങ്ങളോളം. അത് പ്രിയപ്പെട്ടവരിൽ നിന്നാകുമ്പോൾ പറയുകയും വേണ്ട, ആ വേദനയുടെ ആഴം അല്പം കൂടി കൂടും. സിനിമകളിലെയും കോമഡി ഷോകളിലെയും തമാശാ ചേരുവകളിൽ പ്രധാനമായിരുന്നു ഒരു കാലത്ത് ബോഡി ഷേമിംഗ്. അത് കണ്ട് തലമറന്ന് ചിരിച്ചവരാകും നമ്മളിൽ പലരും. പുരോഗമന സമൂഹമായിട്ട് കൂടി ഇവിടെ കാലാകാലങ്ങളായി നിലനിൽക്കുന്ന ചില യാഥാസ്ഥിതികളും കാഴ്ചപ്പാടുകളുടെയും തിരുത്തലുകളാണ് മറ്റൊരാളുടെ മനസ്സിന് മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത്. ഇത് കുറ്റകൃത്യമായി കാണാനുള്ള സാക്ഷരത കേരളത്തിൻ്റെ ഈ നീക്കമാണ് കാണിക്കുന്നത്. ഒരു വലിയ മാറ്റത്തിലേക്കുള്ള ആദ്യപടി. കറുത്തിട്ടാണെങ്കിലും കാണാൻ നല്ല ലുക്കാണെന്ന് പറയുന്നതിനകത്തെ ധ്വനി പോലും തിരിച്ചറിയാത്ത സമൂഹത്തിന് കിട്ടുന്ന നല്ലൊന്നാന്തരം പ്രഹരം. മറ്റുള്ളവരുടെ ശരീരം നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പത്തെ തൃപ്തിപ്പെടുത്തുന്നില്ലെങ്കിൽ മിണ്ടാതിരുന്നോണം. അല്ലാതെ അതുമായി തമാശിക്കാനോ പരിഹസിക്കാനോ പുച്ഛിക്കാനോ ചെന്നാൽ ഇനി അഴിയെണ്ണേണ്ടി വരും. രാജ്യത്ത് ആദ്യമായി ബോഡി ഷേമിംഗ് റാഗിംഗ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്ന കുറ്റകൃത്യമായി കാണാനുള്ള ബിൽ അവതരിപ്പിക്കുകയാണ് സംസ്ഥാന സർക്കാർ. കാലങ്ങളായി ആരിൽ നിന്നോ കിട്ടിയ ട്രോമയെ അടുത്ത തലമുറയിലേക്ക് ഇവർ ഇൻജക്ട് ചെയ്യുകയാണെന്ന വസ്തുതയും തള്ളിക്കളയാനാകില്ല. എന്തൊക്കെയായാലും 90% ആളുകളിലും ആത്മവിശ്വാസക്കുറവും സോഷ്യൽ ആൻസൈറ്റിയും ഉണ്ടാക്കാനുള്ള പ്രധാന കാരണം ഇത്തരത്തിലുള്ള കളിയാക്കലുകൾ ഏറ്റുവാങ്ങിയതിൻ്റെ ബാല്യമാണ്. ഇവിടെയാണ് നമ്മുടെ MP ജോസ് കെ മാണിയുടെ ഭാര്യ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പങ്കുവച്ച വാക്കുകളും വീഡിയോയും മനസ്സിലാക്കേണ്ടത്. വാക്കുകൾ ഇങ്ങനെ: നിങ്ങൾക്കെല്ലാവർക്കും ഉള്ളതുപോലെ ഒരു അമ്മയാണ് ഞാനും. നിങ്ങളുടെ അമ്മമാർക്കുള്ളതുപോലെ ആർത്തവവും ആർത്തവ വിരാമവും ഹോർമോൺ വ്യതിയാനവും ഒക്കെ പ്രകൃതിയ തന്നെ ലഭിച്ചിട്ടുള്ള സ്ത്രീയാണ് ഞാനും. ഞാൻ ഒരു ക്യാൻസർ അതിജീവിത കൂടിയാണ് എന്നതുകൂടി അധിക്ഷേപിക്കുന്നവർ ഓർക്കണ്ടേ. എൻ്റെ കുടുംബം ഒരു രാഷ്ട്രീയ കുടുംബമായതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ധാരാളം അവഹേളനങ്ങൾ അനുഭവിക്കുന്നത് കൂടാതെയാണ് ബോഡി ഷേമിംഗ് എന്ന ക്രൂരതയും. പ്രിയ സഹോദരങ്ങളെ, എൻ്റെ ശരീരം എൻ്റെ സ്വകാര്യത, എൻ്റെ സ്വകാര്യത എൻ്റെ അവകാശം. അതുകൊണ്ട് പുതിയ ബില്ലിൻ്റെ പശ്ചാത്തലത്തിൽ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കട്ടെ, ബോഡി ഷേമിംഗ് ശിക്ഷാർഹമായ കുറ്റകൃത്യമാണ്. ബോഡി ഷേമിംഗ് തമാശയല്ല, അത് ഒരാളുടെ മൗനം പിളർന്ന് ഒരു പ്രതിഷേധം തുറക്കേണ്ട സാഹചര്യമാണ്. നമസ്കാരം. നീ പൊടി തടിച്ച് കേട്ടിട്ട് എന്നാ തോന്നുന്നു? വെരി ചീപ്പ് അല്ലേ? ഇതൊക്കെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇതൊക്കെ കമൻസ് ആണ് ഇൻസ്റ്റാഗ്രാമിൽ. ഒരു എന്നാ പേര്, ആലൻ ജേക്കബ്സ്, ഐ ലവ് PC ജോർജ് എന്ന പ്രൊഫൈൽ പിക്ചറും വെച്ചോണ്ട്, അതുപോലെ തന്നെ ശ്രീകൃഷ്ണ എൻ്റർടൈൻമെൻറ്റ്സ്. എൻ്റെ കൃഷ്ണ പാവം, കൃഷ്ണൻ്റെ പേരും കൂടെ ചീത്തയാക്കുവാണല്ലോ. ഏതായാലും ഇവർ ആണ് ഒന്നാണെന്നാണ് തോന്നുന്നത്. നീ തടിച്ചി എന്നൊക്കെ പറഞ്ഞുള്ള ഡയലോഗ്സ് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഓരോന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട്. മുമ്പ് പറഞ്ഞ പോലെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഇതിപ്പം ഇന്ന് എന്നോട് എത്രയോ സ്ത്രീകളുണ്ട്. ഞാനിപ്പോൾ 3 പ്രസവിച്ചു. ഒരു പ്രസവം കഴിഞ്ഞൊക്കെ നല്ല വണ്ണം വെച്ചവർ, അതുപോലെ 40-ന് ശേഷം മെനോപോസ് വരുന്ന ആൾക്കാർക്ക് ഇതുപോലെ തന്നെ
വണ്ണം വെക്കാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. എനിക്കാണെങ്കിൽ ക്യാൻസറിന് ശേഷം ഇപ്പം ഹോർമോണൽ തെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുക. ഹോർമോണൽ തെറാപ്പിയുടെ സൈഡ് ഇഫക്ട്സ് 1 ഇമോഷണൽ ഇംബാലൻസസ്, 2 ഡയബറ്റീസ് വരാൻ ചാൻസ്, 3 വണ്ണം വെക്കുന്നത്, 4 ഉറക്കത്തിനൊക്കെ ചിലപ്പോൾ പ്രശ്നങ്ങൾ വരും. അങ്ങനെയൊക്കെ അധികമായ ചിലപ്പം ഡിപ്രഷനിലോട്ട് പോകാറുണ്ട് ആൾക്കാർ. അധികമായ സൂയിസൈഡൽ ടെൻഡൻസിയും കാണിക്കാറുമുണ്ട്. അപ്പം ഇതെല്ലാം ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടും ഞാൻ വളരെ ബോൾഡായിട്ട് ലൈഫ് ഫേസ് ചെയ്യാൻ നോക്കുമ്പോൾ ഇങ്ങനെ ഓരോരുത്തന്മാർ വരും, പൊടി തടിച്ച് നീ തടിച്ച് എന്നൊക്കെ പറയാം. ഇത് ബോഡി ഷേമിംഗ് എന്നാണ് ഇതിന് പറയുന്നത്. ബോഡി ഷേമിങ് അത്ര നല്ലതല്ല. ഈ ബോഡി ഷേമിംഗ് ഉണ്ടല്ലോ, IPC 509-ഉം 498A ഒക്കെ ഭാഗമാണ്. കൊച്ചനിയന്മാരെ, ഈ ബോഡി ഷേമിങ് ചെയ്യുന്നത് അത്ര നല്ല ആണത്വം എന്നൊന്നും പറയത്തില്ല അതിന്. എന്തായാലും ദിസ് ഇസ് നോട്ട് ഡൺ. ഓക്കെ, എൻ്റെ പ്രൊഫൈലിൽ വന്നിട്ട് എന്നെ തടിച്ചെന്നും വിളിച്ച് എന്നെ ആക്ഷേപിക്കുന്നതിന് തുല്യമല്ല. അത് ഓരോ ഈ പ്രസവത്തിന് ശേഷം വണ്ണം വെക്കുന്ന സ്ത്രീകളെ, അമ്മമാരെ ആക്ഷേപിക്കുന്ന തുല്യമാണ്. 2 മെനോപോസ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളെ ആക്ഷേപിക്കുന്ന തുല്യമാണ്. 3 ക്യാൻസർ വന്ന് ഹോർമോണൽ തെറാപ്പി ചെയ്യുന്ന പേഷ്യൻസിനെ കളിയാക്കുന്നതിനേലും തുല്യമാണ്. അതുകൊണ്ട് ദിസ് ഇസ് നോട്ട് ഡൺ.